നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഒരു സൂം മീറ്റിംഗിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമുക്കറിയാം സെപ്റ്റംബർ 26, 2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 42 വീക്സ് സൂമിൽ നമ്മൾ ലൈവ് സെഷൻസ് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന്റെ ശേഷം, അല്ലെങ്കിൽ 300 ഡേയ്സിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതിന്റെ ഒരു വൈൻഡിങ് അപ്പ് സെഷനിൽ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളെ ലേൺ വൈസ് നിങ്ങൾക്കൊരു സ്റ്റുഡൻസിന് ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രൊഫഷൻസി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ക്ലാസ്സസ് വേണം എന്ന് പറഞ്ഞ ആ ഒരു സമയം തന്നെ ഒരു മെന്ററിന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കൗൺസിലറിന്റെ അടുത്ത് ഒരു ലേണർ ഒറ്റ ആള് പറഞ്ഞ ഇതിന്റെ പേരിൽ നമ്മൾ ഉടനെ തന്നെ 40 മെമ്പേഴ്സ് ഒരു മീറ്റിംഗ് കൂടിയെങ്കിൽ നമ്മൾ ഹംന മാമിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അത്രയും വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലേൺ വേൾഡ്സ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ എപ്പോഴാണ് നമുക്ക് ACs അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലേണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവർക്കൊരു എക്സാംസ് ഒക്കെ ഇംഗ്ലീഷിൽ എഴുതേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഇംഗ്ലീഷ് ഒരു എൻറിച്ച്മെന്റ് പ്രോഗ്രാം പോലത്തെ ക്ലാസ്സസ് വേണം എന്ന് പറയുന്നു. അപ്പോഴും മുഹമ്മദ് സാർ, നഫൽ സാർ, അതുപോലെ ലിൻസി മാം, റഹീസ് സാർ ഒക്കെ ഉള്ള ആ ഒരു ടീം എല്ലാവരും കൂടിയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് കണക്ട് ചെയ്ത് നമ്മൾ ഹംന മാമിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു 365 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 ഇയറിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയും. ദ വെരി നെക്സ്റ്റ് വീക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞ സെപ്റ്റംബർ 26, 2023 നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ 42 ലൈവ് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓരോ വീക്കിലും നമ്മുടെ ഞാനിവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഈ സെഷനിൽ നിങ്ങളുടെ ഓരോ ഇന്ററാക്ഷൻസും കണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓരോ കുട്ടി എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കാൻ പഠിക്കുന്നത് മുതൽക്ക് ആ ഒരു സ്റ്റഡി ആയിട്ട് നടന്നു കൊടുക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എല്ലാത്തിലും നമ്മളിവിടെ നമ്മൾ വിക്ടിം ഐ മീൻ നമ്മളിവിടെ കണ്ടതാണ്. നമ്മൾ ഹംന മാമിനോട് ആദ്യം തന്നെ നിങ്ങൾ ആരും മൈക്ക് ഓൺ ചെയ്യാതെ ഇന്ററാക്ട് ചെയ്യാതെ ഇരുന്നത്. ലേറ്റർ ഓൺ നിങ്ങൾ എല്ലാവരും ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഞാൻ ആ ഓരോ റോളും ഞാൻ പ്ലേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ഭയങ്കര സക്സസ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഈ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞ പോലത്തെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് നിങ്ങളെല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മളെ ആദ്യം തന്നെ നമ്മളുടെ CEO ആയിട്ടുള്ള റഹീസ് സാർ നമ്മളോട് കൂടി. റഹീസ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ ഓർഗനൈസേഷൻ ആയ പ്രൊപ്പവൈസിന്റെ CEO അഭയ് സാർ ഉണ്ട്, സാറിനെ വെൽക്കം ചെയ്യുന്നു. ആൻഡ് അതുപോലെ നമ്മുടെ CXO ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം നമ്മളുടെ മീറ്റിംഗിലുണ്ട്, മാമിനെയും വെൽക്കം ചെയ്യാണ്. ആൻഡ് അതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് വെൽക്കം ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മളുടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വലായി നിങ്ങളുടെ പേര് വിളിച്ച് ഫൈനൽ സെഷനൊക്കെ ആയപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹംന മാമിനെ ഞാൻ ഈ ഒരു സെഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തന്നെ പലരും നമുക്ക് അയച്ച ഫീഡ്ബാക്കും അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞറിയാം ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ ജേർണി ആയിരുന്നു. നിങ്ങളെ മെന്റേഴ്സിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്കറിയാം അതൊരു എന്താ പറയുക, ഒരു അടിപൊളി സംഭവം ആയിരുന്നു. ഇതിന്റെ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഈ ഒരു സെഷൻസ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഇന്നും ഒത്തിരി ഞാൻ പറഞ്ഞ് ലേറ്റ് ആക്കാതെ, അല്ലെങ്കിൽ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ ഈ ഒരു നിങ്ങളോടൊരു വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾക്ക് നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു ഇത്തിരി ഫോർമലായി പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇന്നതാണ് നമ്മളെ ഇതെന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങളോട് വിഷസ് പറയാനും നിങ്ങളൊന്ന് കണ്ട് സംസാരിക്കാനും വേണ്ടി നമ്മളെ കൂടെ എത്തിയിട്ടുള്ള നമ്മളെ സർപ്രൈസിന്റെ CEO ആയ അഭയ് സാറെ ഞാൻ ഈ ഒരു സെഷനിലോട്ട് വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഈ സെഷൻ കംപ്ലീറ്റ് കഴിയുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവണം. ഇതിലുള്ള ഹംന മാം ഇതിന്റെ അവസാനം സർപ്രൈസ് ആയിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ പങ്കെടുക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ശേഷം ഒരു എക്സാംസും കാര്യങ്ങളും ഇന്നല്ല, ഇതിനോട് കൂടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഞങ്ങൾ ഒത്തിരി ഞങ്ങളത് എന്താ പറയുക, ഞങ്ങൾക്ക് അത് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വാല്യുബിൾ ഫീഡ്ബാക്സ് നിങ്ങൾ പറയണം. ഞങ്ങൾ ഈ ഒരു ഇതിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആൻഡ് ഓവർ ടു യു അബീസ. Okay, thank you Ashok sir for that wonderful introduction. സാർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എന്നെയും ഒരുപക്ഷെ റേസറെയൊക്കെ തന്നെ ആയിരിക്കാം. അശോക് സാർ അതുപോലെ തന്നെ ഹംന മാമിനെയും എല്ലാവർക്കും തന്നെ വളരെ പരിചിതമായിട്ടുണ്ടാവും ഈ ഒരു 45 ആഴ്ചകൾ കൊണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഓൺ കംപ്ലീറ്റിംഗ്, അതായത് ആരൊക്കെ ഇതിൽ ത്രൂ ഔട്ട്
ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ തന്നെ എന്റെ കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരുപക്ഷെ നടുവിൽ വെച്ച് അല്ലെ ഇടയിൽ വെച്ചൊക്കെ തന്നെ പലർക്കും മിസ്സായിട്ടുണ്ടാവാം. അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണെന്നുള്ള ഒരു കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് 2.0യുടെ ലോഞ്ച് ഉണ്ട്. സോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നടുവിൽ വെച്ച് അല്ലെ ഇടയിൽ വെച്ച് എങ്ങാനും നിർത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും വരുന്ന സെഷൻസ് അല്ലെ വരുന്ന നമ്മുടെ EEP 2.0 നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഓൾറെഡി ഈ സെഷൻ ത്രൂ ഔട്ട് അറ്റൻഡ് ചെയ്ത എല്ലാ സെഷൻസും എല്ലാത്തിലും തന്നെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതോട് എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് സെഷൻസും അല്ലെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എല്ലാം തന്നെ നമ്മൾ പറയുമ്പോഴും അതുപോലെ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് വരുമ്പോഴും ഒക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ഞാൻ ആദ്യമേ ചെയ്ത കാര്യങ്ങളാണല്ലോ, അത് ഇനിയും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം ഒരു പക്ഷേ പ്രത്യേകിച്ച് ലാംഗ്വേജിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ടച്ച്, ബിക്കോസ് നമ്മൾ ഇതിനായിട്ട് തന്നെ ഇരിക്കുന്നവർ എത്രത്തോളം ആൾക്കാരുണ്ടെന്നുള്ളതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാം. എല്ലാവരും പലവിധ ജീവിത തിരക്കുകൾക്കിടയിലും ഇതിന് സമയം കണ്ടെത്തുകയും ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിനുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന ഏത് ജോലി ആയിക്കോട്ടെ അതിലൊരു പക്ഷേ നിങ്ങൾ ലാംഗ്വേജിന് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടാവണമെന്നില്ല. വ്യത്യസ്ത രീതിയിലുള്ള ജോലികളായിരിക്കും നിങ്ങൾ നോക്കുന്നത്. എന്നിരുന്നാൽ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിൽ ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അതിന് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ രീതി. മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയുക, ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഒരു ഇൻപുട്ട് ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിന് തക്കതായുള്ള ട്രെയിനിങ് തന്നെ പലർക്കും ഇതിനോട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ എന്തായാലും അറിയാനും സാധിക്കും. സോ ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. പലരും പല ഉദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിൽ എല്ലാവരുടെയും തന്നെ നീഡ്സ് പരമാവധി കാറ്റർ ചെയ്യാൻ തന്നെ മാം നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മോർ വെയിറ്റിംഗ് ആണ്, കുറെ കാര്യങ്ങളൂടെ നിങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ അതിന്റെ ഈ ഒരു സെയിം സ്പിരിറ്റോട് കൂടി തന്നെ എടുത്ത് പ്രാക്ടീസും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ട്രൈ സർ, ഓവർ ടു യു. താങ്ക് യു. ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. അപ്പം ഇവിടെ അശോക് സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ EEPയുടെ റാപ്പപ്പ് സെഷനാണ്. അതുപോലെ തന്നെ അഭയ് സാറും ഒരു വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം അശോക് സാർ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു EEP സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. ഒന്ന് രണ്ട് കാര്യം കൂടി അതിൽ ആഡ് ചെയ്യാൻ എന്ന് തോന്നുന്നു. അതായത് നമുക്ക് പല കോണിൽ നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ EEP പോലെ നമ്മുടെ സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ആണ് ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ള ഇനീഷ്യേറ്റീവ്. നിങ്ങൾ പലരും നിങ്ങൾ ആ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വൺ ഓൺ വൺ സെഷൻ വിത്ത് നമ്മുടെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു അരമണിക്കൂറിന്. അപ്പൊ അതിൽ നമ്മുടെ മെന്റർഷിപ്പിലുള്ള ഒരു ലേണർ ഒരു മനസ്സ് പറഞ്ഞ് സംസാരിക്കായിരുന്നു. അവർക്ക് ഈ ലാംഗ്വേജിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പല കോണിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള റിക്വസ്റ്റ് വരികയും അപ്പം നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കുമായിരുന്നു നമ്മുടെ ലേണേഴ്സിന് എത്രത്തോളം നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള പുതിയ ഇനീഷ്യേറ്റീവ്, എക്സ്ട്രാ ഇനീഷ്യേറ്റീവ്സ് അവരുടെ ഈ ഒരു ജേർണി, അവരുടെ ഒരു ഡിഗ്രി PG ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ ഒരു ജേർണിയിൽ നമുക്ക് എന്തെല്ലാം സപ്പോർട്ടാണ് ലേൺവൈസിന് കൊടുക്കാൻ പറ്റുക എന്ന് നിരന്തരം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം 1 by 1 ആയിട്ട് നമ്മൾ ഓരോ രീതിയിലും നമ്മൾ ആ രീതി ചെയ്യാറുണ്ട്. ഇപ്പം PYQ സെഷൻസ് ആയിക്കോട്ടെ, അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻസ് നമ്മൾ കഴിഞ്ഞതിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ EEP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ അക്കാഡമിക് സൈക്കിളിലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ ലേണേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ EEP ഇന്ന് ഏകദേശം ഒരു ക്ലോസ് ടു 1 year ആവാനായിട്ടുണ്ട്. 300+ ഡേയ്സ് നിങ്ങളിപ്പം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അറിയാൻ പറ്റിയത് ഇപ്പൊ ഹംന മാമും അശോക് സാറും ഒക്കെ ആയിരുന്നു ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേണ്ടി സെഷൻസ്, വീക്ക്ലി സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് പ്രകാരം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെങ്കിൽ ഇന്ന് വരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അവരിൽ നിന്നൊക്കെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ സെഷന്റെ എൻഡിങ് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആ ഒരു മനസ്സ് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്സ് ഞങ്ങളെ അറിയിക്കുക. അപ്പോഴേ നമുക്ക് ഇനിയുള്ള നമുക്ക് ഈ ഒരു സെഷനോടെ നമ്മൾ അവസാനിക്കുന്നില്ല. അഭയ് സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരു പ്രചോദനമാവുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ്. അപ്പൊ അതെല്ലാം ഞങ്ങൾ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ സംസാരിക്കുക. അതിനാണ് ഞങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്.
നിങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു റോള് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തന്നെ നിങ്ങളുടെ ഈ ഒരു അംന മാം ഈ ഒരു റാപ്പ് സെക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ എല്ലാവരും ആ ഒരു നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു 300 ദിവസം അല്ലെങ്കിൽ 45 വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം അംന മാമിനെ ടു കണ്ടിന്യൂ ദ സെഷൻ. ആൻഡ് ഐ വെൽക്കം അംന. അംന, ഓവർ ടു യു. താങ്ക് യു റൈസർ. ആൻഡ് താങ്ക് യു ഓൾ ഇതുവരെ സംസാരിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും വെൽക്കം ചെയ്യുകയും ചെയ്ത് അശോക് സർ, അപ്പയ് സർ, എല്ലാവരും താങ്ക് യു. സോ ഓക്കെ, ഇവിടെ സ്ഥിരമായുള്ളവർക്ക് അറിയാം എന്താ എനിക്ക് ഇന്നത്തെ സെഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ ഒരു ഡൗട്ട് ആയിരുന്നു. കാരണം ഇത്രയും ദിവസം എന്താണ് നമ്മൾ ആ ഒരു ഫ്ലൂല് വേർഡ് ഓഫ് ദി ഡേയും തോട്ട് ഓഫ് ദി ഡേയും ആ ഒരു ഫ്ലൂവിൽ പോവായിരുന്നു. സോ ഇന്ന് നമ്മളിത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇത് എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു ഭയങ്കര അൺസർട്ടീനിറ്റി ആയിരുന്നു. സോ എവിടെ എല്ലാരും, നമ്മുടെ സ്ഥിരം ആൾക്കാരെവിടെ? ഹൗ ആർ യു ഓൾ? നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാറ് ആ ഒരു ക്വസ്റ്റ്യനിലാണ്. ഹൗ ആർ യു ഓൾ? കൻ ഐ ഹാവ് എ റിപ്ലൈ ഫോർ ദാറ്റ്? ഫൈൻ, ഓക്കെ ഓക്കെ. സോ നമ്മളോട് അശോക് സർ പറഞ്ഞതുപോലെ നമ്മളുടെ 300 days ജേർണി ഇവിടെ കഴിയുകയാണ്. വി ആർ കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം സെഷൻ 1. ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് ലേൺ വൈസിന്റെയും പ്രെപ്പോയ്സിന്റെയും സ്റ്റുഡൻസിന് വേണ്ടി ചെയ്താണ്. നമ്മൾ ഒരുപാട് പറഞ്ഞാണ്. എന്നാലും ഇന്ന് പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ അധികവും EEPയുടെ ഫേസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക എന്നെ ആയിരിക്കും. പിന്നെയും പലരും നീറ്റിൽ അശോക് സാറിനെ കണ്ടു കാണും. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തത് ഒരു ടീമാണ്. ഒരിക്കലും ഞാൻ ഒറ്റക്കായിരുന്നില്ല. ഓക്കെ, സോ അതാണ് റൈസർ, അബേയ് സർ ആൻഡ് ഓൾസോ മറ്റ് മെന്റേഴ്സും മെന്റർ ലീഡേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, ഐ എം ഗുഡ്, താങ്ക് യു. ഓക്കെ, സോ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാം. വാട്ട് ഡിഡ് വി ഡു? ഈ 300 days നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ day 1 തൊട്ട് day 300 വരെ വാട്ട് ഡിഡ് വി ഡു, ആൻഡ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ ആൻഡ് ഫർദർ പ്രോസസ് എന്താണ്, ദെൻ ഇതിന്റെ നെക്സ്റ്റ് സെഷന്റെ ഇൻട്രൊഡക്ഷൻ, ആൻഡ് ഓൾസോ ഇതിന്റെ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ to hear from you. We are here to hear from you today. നിങ്ങൾ എന്ത് നേടി, അല്ലെങ്കിൽ what were the difficulties you faced? ഈ ഒരു EEP നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? If yes, how far? If not, why didn't it help? എന്നിങ്ങനെയുള്ള എല്ലാത്തിനും ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കേൾക്കാനാണ് ഇനി ഒരു റാപ്പ് സെഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ വിൽ ജസ്റ്റ് ബിഗിൻ വിത്ത് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, ഇഫ് ഐ എം റോങ് കറക്റ്റ് മീ. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഏറ്റവും ബേസിക്, ഐ റിമെമ്പർ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇവൻ ആൽഫബറ്റിന്റെ സൗണ്ട് ഫോണറ്റിക്സ് പറഞ്ഞ വളരെ ബേസിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ ബേസിക് സ്ട്രക്ചർ, ദാറ്റ് ഇസ് സെന്റൻസ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, അങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റൻസ് സ്ട്രക്ചറും ബേസിക് വൊക്കാബുലറിയും പിന്നീട് നിങ്ങളുടെ സജഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേയും സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് കുറച്ചും കൂടെ ബേസിക് സെന്റൻസുകളിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് സെന്റൻസസ്, കുറച്ചും കൂടെ വിവിഡ് സെന്റൻസസിലേക്ക് മാറി. പിന്നീട് നമ്മൾ ടെൻസസിലേക്ക് പോയി. ടെൻസസിൽ തന്നെ എല്ലാ ടെൻസസും നമ്മൾ കവർ ചെയ്യുകയും അത് റിവൈസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടെ കോംപ്ലക്സ് സെന്റൻസുകൾ, ഈ ബേസിക് സ്ട്രക്ചേഴ്സ് എല്ലാം വിട്ട് ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് വരുമ്പോൾ ഉള്ള കോംപ്ലക്സ് സെന്റൻസുകളും അതുപോലെ തന്നെ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള വൊക്കാബുലറീസും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. പിന്നീട് കോംപ്ലക്സ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, സെന്റൻസുകൾ അല്ലാതെ നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ചും കൂടി നമ്മളുടെ സ്പീച്ചിനെ ഫോർമൽ ആൻഡ് എഫക്റ്റീവ് ആൻഡ് നെഗോസിയേഷനും പെർസുവേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഇത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ടാസ്കുകളിലേക്ക് മാറി തുടങ്ങി. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് വിത്ത് കൾച്ചറൽ നുവാൻസസ്. കൾച്ചറൽ നുവാൻസസ് എന്തായിരുന്നു? അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഈ ഇംഗ്ലീഷുകളൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്? വൈ ഡു വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്? നമ്മൾ കൾച്ചർ മനസ്സിലാക്കി സംസാരിക്കേണ്ടതുണ്ടോ? ഇഫ് യെസ്, വൈ? എന്നിങ്ങനെയുള്ള അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ ചെയ്തിരുന്നു. ആൻഡ് ദെൻ വി കോൺസെൻട്രേറ്റഡ് മോർ ഓൺ പ്രൊഫഷണൽ ഇംഗ്ലീഷ്, അല്ലെ? നമ്മൾ ഇമെയിൽ റൈറ്റിംഗ്, അതുപോലെ ഇമെയിൽ ഡ്രാഫ്റ്റിംഗ്, നമ്മൾ പ്രൊപ്പോസൽ വെക്കുന്നത് എങ്ങനെയാണ്, സയന്റിഫിക് ആയിട്ട്
നമ്മളൊരു റിസർച്ച് പേപ്പറിന്റെ സിനോപ്സിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ വേണ്ട ഒരു പ്രൊഫഷണലിന് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യത്തിന്റെയും ബേസിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഐ ഹോപ്പ് we are in the process of mastering public speaking and persuasive communication. Am I right? ശരിയാണോ? ഞാൻ പറഞ്ഞ ഈ ഒരു റൂട്ട് മാപ്പ് ഏറെക്കുറെ ശരിയാണോ? ആർക്കെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും അഡീഷൻസോ സബ്ട്രാക്ഷൻസോ ഉണ്ടോ? ഫൈനലി നിങ്ങൾക്ക് സംസാരിക്കാൻ ടൈം തരാം. ഓക്കെ, വേറെ യു സ്വപ്ന? ഐ തിങ്ക് ലാസ്റ്റ് 2 ക്ലാസ്സസിൽ സ്വപ്ന ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്വാദിഷ് ഇല്ല, സ്വപ്ന ഉണ്ടായിരുന്നില്ല, സംഗീത, ഗൗരി, കുറച്ച് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് കുറച്ച് പേര് ഉണ്ടായിരുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻ? ഓക്കെ ഓക്കെ, ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ ഓക്കെ, സോ ഇനി പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പൊ നമ്മളുടെ EEP ജേർണി നിങ്ങളെ ഒന്ന് അസസ് ചെയ്യണ്ടേ? ഇപ്പോ കുറച്ചു പേര് സ്റ്റാർട്ടിങ് തൊട്ടിയുണ്ട്, കുറച്ചു പേര് ഇൻ ബിറ്റ്വീൻ ആണ് ജോയിൻ ചെയ്തത്, കുറച്ചു പേർക്ക് റെഗുലറായി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് മറ്റു ചിലർക്ക് എന്താണ് സിറ്റുവേഷൻസ് കാരണം, ജോബ് കാരണം ഒക്കെ അവർ ഇറഗുലർ ആയിരുന്നു. So here we are going to, later by tomorrow or day after tomorrow you will be getting a test. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കിട്ടും. ആ ടെസ്റ്റിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് 50 MCQ questions ആണ്. MCQ questions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻസ് ഉണ്ടാവും. 3-4 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയ ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, 120 minutes, അതായത് 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 100 മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സാമിന്റെ ഒരു ഫോമാറ്റ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ ലിങ്ക് പ്രൊവൈഡഡ് ആയിരിക്കും. ഓക്കെ, എക്സാം ഫോർമാറ്റിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? 50 questions, each question carries 2 marks, so it's an exam of 100 marks and you'll be provided 2 hours. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾ എന്താ പറയാ, വല്ലാതെ അപ്പുറം വേറെ ടാബ് എടുത്ത് പോയി സെർച്ച് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ടു അസസ് യുവർ സെൽഫ്. സോ പ്ലീസ് ബി ട്രൂ ടു യുവർ സെൽഫ്. ഓക്കെ, കാരണം ഇവിടെ ആർക്ക് ഫസ്റ്റ് കിട്ടുന്നു ആർക്ക് സെക്കൻഡ് കിട്ടുന്നു എന്നതിൽ വലിയ പ്രസക്തി ഇല്ല. മറിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു അസസ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ യു വിൽ ബി പ്രൊവൈഡഡ് സർട്ടിഫിക്കേഷൻ. ഇതിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. സോ അത് വരിക 50 to 69% സ്കോർ ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. കാരണം ഏകദേശം ക്ലാസ്സസിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ഈ അസസ്മെന്റിൽ 50% എങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ അധിക ക്വസ്റ്റ്യൻസും മോർ ദാൻ ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സെന്റൻസും ഒക്കെ തന്നെയാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് 70 to 89% ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി, which means you are proficient in the language. Okay, then coming to 90 to 100%, you'll be awarded with certificate of excellence. Okay, so ഈ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ this can be helpful. Okay, I hope it's clear. എക്സാമിനെ കുറിച്ച് ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു OTP ലഭിക്കും. ആ OTP അപ്പൊ തന്നെ എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പേരടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. ആ ഡിക്ലറേഷനിൽ ഒരു ചെറിയ അത് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ഇത്തരത്തിൽ മുമ്പ് ഇതുപോലെ ഓൺലൈൻ ടെസ്റ്റ് ഒന്നും ചെയ്യാത്തവരുണ്ട് എങ്കിൽ അറിയുന്ന ആരുടെയെങ്കിലും ഒന്ന് ഹെൽപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ആ ഒരു ടെസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ഗെറ്റ് ഹെൽപ്പ് ഓഫ് സംവൺ. Okay, any doubts? Can I move to next slide? And link നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ ആയിരിക്കും പ്രൊവൈഡഡ് ആയിട്ടുണ്ടാവുക. തരുന്ന ടൈം ലിമിറ്റിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, വാട്ട് നെക്സ്റ്റ്? നമ്മളുടെ ഈ EEP അല്ലെങ്കിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെഷൻ കഴിയാണ്. സോ വാട്ട് നെക്സ്റ്റ്? ഇവിടത്തോടുകൂടെ നമ്മുടെ ഇംഗ്ലീഷ് പഠനം നിൽക്കുകയാണോ? അല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പോഴും എന്താ പറയാ എക്സ്പേർട്സ് ആയിട്ടില്ല. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് മാസ്റ്ററിങ്. നമ്മൾ മാസ്റ്റേഴ്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, സോ ഹിയർ ഇസ് എ ഗുഡ് ന്യൂസ്, ഹാപ്പി ന്യൂസ് ഫോർ ഓൾ ഓഫ് യു. ഇത് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ EEP 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് വിൽ ബി കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളുടെ ഒരു ഫസ്റ്റ് സെഷനിൽ ഇടയിൽ കയറി വന്നവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ മുമ്പത്തെ ടാസ്കുകളൊക്കെ
ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇൻ EEP2 അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആക്സസിബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഫെർദർ ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ആൻഡ് അനദർ തിങ്, ഈ സെഷൻ അറ്റൻഡ് ചെയ്തവർക്കും ഇനി EEP 2.0 അറ്റൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഇടയിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കും ആൻഡ് അതുപോലെ ഇറഗുലർ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും എവ്രി വൺ കെൻ ജോയിൻ EEP. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്രാവശ്യം ഓൾറെഡി എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് കിട്ടി. ഇനി EEP is not going to help you, അങ്ങനെയല്ല, you can try join. If it's helping you, you can continue. Okay, or if you feel it's same EEP 1 പോലെ തന്നെയാണ് EEP 2 കോണ്ടന്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ you can back up. Okay, totally fine. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലേണിംഗിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ല. ഓക്കെ, ദിസ് ഈസ് എ റെയിൻഫോഴ്സിങ്, ഒരു ബ്രഷിംഗ് അപ്പ് സ്പേസ് ആണ് EEP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഇൻപുട്സ് തരുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആക്ടിവിറ്റീസ് തരുന്നുണ്ട്. ബട്ട് ദ വൺ ഹു ഹാസ് ടു വർക്ക് ഇസ് യു. അതിന് എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വർക്ക് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡെയിലി റീഡിങ്, ഡെയിലി സ്പീക്കിംഗ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. സോ ഐ ഹോപ്പ് EEP 2.0 കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇസ് ഇറ്റ്? The date and when it starts എന്നുള്ളതൊക്കെ further coming days'ൽ communicated ആയിരിക്കും. Okay, so here just giving a brief intro to all of the new people here. ഇന്ന് ആദ്യമായി സെഷനിൽ കയറിയവർക്ക് ഓക്കെ, നമ്മളുടെ ഈ സെഷൻ എന്ന് പറയുന്നത് ഒരു ഫെയർവെൽ അല്ലെങ്കിൽ ഒരു റാപ്പ് അപ്പ്, ഒരു ഫൈനൽ സെഷൻ ആണ് ഓഫ് എ പ്രോഗ്രാം കോൾഡ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഇത് പ്രെപ്പ് വൈസ്ലെയും ലേൺ വൈസ്ലെയും സ്റ്റുഡൻസിന് എന്താണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്ററി പ്രോഗ്രാം ആണ്. ഇവിടെ നമ്മൾ നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ EEP ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു മച്ച്. അത് നിങ്ങൾ വേറെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, നമ്മളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ്. മാം, വിൽ യു ബി ദ ഫാക്കൽറ്റി ഫോർ 2.0? ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി. Further details will be communicated. Okay. So for the new people, നമ്മൾ ഡെയിലി ടാസ്കുകളും വീക്ക്ലി വൺസ് ഇതുപോലെ ഒരു ലൈവ് സെഷനും ഒക്കെ വെച്ചിട്ടാണ് EEP നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയില്ലേ അബൌട്ട് വാട്ട് ഇസ് EEP? ഓക്കെ, സോ മെനി ന്യൂ പീപ്പിൾ ആർ ഹിയർ. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. EEP എന്താണ് എന്നൊരു ഷോർട്ട് ഐഡിയ കിട്ടിയോ? All the newbies here? Yes. Okay, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആണ്. ആസ് ദ നെയിം സേസ്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഓക്കെ, സോ ഇന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് വി വാണ്ട് ടു ഹിയർ ഫ്രം യു. സോ ഇവിടെ ജസ്റ്റ് എ മിനിറ്റ്, അശോക് സർ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇവിടെ ഇടുന്നുണ്ടോ? ഓക്കെ മാം, നമ്മൾ ഫീഡ്ബാക്ക് സെഷനിലോട്ട് പോകുന്നതിന്റെ മുന്നേ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഇടാം. അപ്പൊ നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യണേ. ഓക്കെ, സോ അശോക് സർ ഇവിടെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ബിഫോർ വി ഹിയർ ഫ്രം യു ഹിയർ ഇൻ ദിസ് ലൈവ്, നമുക്ക് ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മുടെ ഫെർദർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ആവശ്യമാണ്. സോ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എല്ലാവരും. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ മാം. നമ്മുടെ എക്സാം, നിങ്ങളുടെ ആ ഒരു എക്സാം നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ കൺവീനിയന്റ് ആയിട്ടിരിക്കുന്ന ഒരു 2 hours നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാമിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഇന്നത്തെ സെഷന് ശേഷം നിങ്ങളെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരുന്നതാണ്. അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന, ഐ മീൻ ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരു 2 hours എടുത്തിട്ട് അത് ചെയ്യേണ്ടതാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഇതുവരെ നടത്തിയ 42 വീക്സിന്റെയും ലൈവ് സെഷന്റെ വീഡിയോസ് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളെ ഏത് ബാച്ചിന്റെ ആണെങ്കിലും ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ആദ്യമായിട്ട് സെഷൻ കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് കൂടെ ഒന്ന് ഗോ ചെയ്യാം. 42 വീഡിയോസ് നമ്മൾ 42 വീക്സിന്റെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. സോ എല്ലാവരും ഇതൊന്ന് ഫിൽ ചെയ്തോളൂ. ഒരു 2 minutes ടൈം വരാം. 8:28 ആയി. 8:30 വിൽ റീസ്റ്റാർട്ട് ഹിയർ. ജസ്റ്റ് 2-3 questions. It will take barely 30 to 40 seconds.
എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്തോളൂ. ഓക്കെ, ന്യൂബീസ് അത് ചെയ്യേണ്ട കാര്യം ഇല്ല, ബിക്കോസ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല. ലിങ്ക് ഇസ് ഗിവൻ ഹിയർ. ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. again just put that message here. കിട്ടിയില്ലേ? വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ ചാറ്റ് ബോക്സിൽ. അശോക് സർ ഇട്ടിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ആരും ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കല്ലേ. കിട്ടിയില്ലേ ലിങ്ക്? ഇറ്റ് ഇസ് ബീൻ സെൻഡ്. ഇറ്റ് ഇസ് there in the chat box. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും കിട്ടിയെന്ന്. ഓക്കെ ഓക്കെ, ചെയ്ത് കഴിഞ്ഞവർ ഒരു തംസ് അപ്പ് ഇടണേ, സോ ദാറ്റ് ഐ കൻ നോ യു പീപ്പിൾ ഹാവ് ഡൺ ദാറ്റ്. പുതുതായി ഇന്ന് ആദ്യമായി ജോയിൻ ചെയ്തവർ ചെയ്യേണ്ടതില്ല. ഓക്കെ, പക്ഷെ EEPയുടെ ഒരു 2 to 3 സെഷൻസ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ അതൊന്ന് ഫില്ല് ചെയ്യണേ. Those who have finished filling it, please give me a thumbs up. Okay, മാം EEP എന്താ എനിക്ക് മനസ്സിലായില്ല, ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, EEP എന്താണ് എന്ന് ഇനിയും ക്ലാരിറ്റി വരാത്തവര് നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്പിലും ഇതുവരെ നടന്നു നമുക്ക് ടോട്ടൽ 42 ലൈവ് സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതില് സ്റ്റാർട്ടിങ്ങിലുള്ള സെഷൻസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് EEP. ഓക്കെ ഓക്കെ ആദിത്യ കൃഷ്ണൻ, നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഓൾ 42 ക്ലാസ്സസ് ആർ അവൈലബിൾ. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു 20th സെഷനൊക്കെ ശേഷം നമ്മൾ അധികവും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസും ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യമായിട്ട് ഇന്ന് ജോയിൻ ചെയ്തവർ ഫസ്റ്റ് സെഷൻസ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് ദോസ് ഓഫ് ഫിൽഡ് അപ്പ് ദ ഫീഡ്ബാക്ക് ഫോം, പ്ലീസ് ഗിവ് മി എ തംസ് അപ്പ്. ചെയ്തിട്ടുള്ളവർ ഒരു തംസ് അപ്പ് തരുമോ? യെസ്, നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് ടാസ്കുകൾ ഉണ്ടായിരിക്കും, ലൈക്ക് എ ഹോംവർക്ക്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ മെന്റേഴ്സ് ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടാവുക. ദെൻ ലൈവ് സെഷൻസ് വീക്ക്ലി വൺസ് ആണ് ഉണ്ടായിരിക്കുക. എല്ലാ ട്യൂസ്ഡേയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി EEP 2.0 വരുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ലേറ്റർ. ഓക്കെ ഓക്കെ, ഐ ജസ്റ്റ് ഗോട്ട് 3 thumbs up. ബാക്കിയുള്ളവരെവിടെ? പ്ലീസ് ഒന്ന് സ്പീഡ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ചെയ്യാം. പ്ലീസ് സ്പീഡ് അപ്പ്, ബിക്കോസ് വി ആർ ഓൾ വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഫോമിൽ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് എങ്കിൽ അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ അത് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഹ്യൂമൻസ് ഓഫ് ലേൺ വൈസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യാറില്ലേ, അതുപോലെ നിങ്ങളുടെ മെന്റേഴ്സ് EEPനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് വീഡിയോ ചെയ്യാൻ പറയാണ് എങ്കിൽ അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാവരും പ്ലീസ് ഒന്ന് ചെയ്യണേ. ഓക്കെ, ഒന്ന് മെൻഷൻ ചെയ്താണ് ഫർദർ ഡീറ്റെയിൽസ് നിങ്ങളുടെ മെന്റേഴ്സ് കണക്ട് ചെയ്യുന്നതായിട്ട്. ഓക്കെ ഓക്കെ, വിൽ ഡു. ഓക്കെ, വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്, താങ്ക് യു. ഓക്കെ, ആൻഡ് ഓൾസോ ടെസ്റ്റിന്റെ കാര്യം അശോക് സർ പറഞ്ഞു, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ടൈം കോൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ചെയ്ത് പിന്നെ ഹാഫ് പിന്നെ ചെയ്യാൻ പറ്റില്ല. വെൻ യു സ്റ്റാർട്ട് യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് അറ്റ് എ സ്ട്രെച്ച്. ഓക്കെ, സിംഗിൾ സ്ട്രെച്ചിൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. 2 hours ആണ് അതിന്റെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എപ്പോഴാണോ 2 hours കിട്ടുക മാക്സിമം ഡിലേ വരുത്താതെ വേഗം തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഐ തിങ്ക് സൂൺ ആഫ്റ്റർ ദ സെഷൻ തന്നെ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും ത്രൂ യുവർ മെന്റേഴ്സ്. ഓക്കെ, അങ്ങനെ അവർ ചെയ്യട്ടെ പറ്റുന്ന പോലെ. ഓക്കെ, സോ വല്ലാണ്ട് ഡിലേ വരുത്താതിരിക്കുക. അതായത് ആഫ്റ്റർ 1 week, ആഫ്റ്റർ 10 days അങ്ങനെ ഒരു ഡിലേ വരുത്താതെ ഇരിക്കുക. ഓക്കെ ഓക്കെ, സോ നമ്മൾക്ക് എന്താണ് സർട്ടിഫിക്കേഷന്റെ പ്രോസസ്സും എല്ലാം കുറച്ച് സ്പീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, സോ നൗ ഇസ് യുവർ ടൈം. ഇത് ഓപ്പൺ ഫ്ലോർ ആണ്. വാട്ട് ഡസ് എൻ ഓപ്പൺ ഫ്ലോർ മീൻ? അതായത് നിങ്ങൾക്ക് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഷെയർ ചെയ്യാനുള്ള സ്പേസ് ആണ്. ഓക്കെ, യു ഹാവ് ടു, ഇത് റിക്വസ്റ്റ് ആണ്. ഓക്കെ, you have to share your feedback about English enrichment program. ഈ ലേണിംഗ് ജേർണി എങ്ങനെയുണ്ടായിരുന്നു? What kept you motivating? And did it help you? If yes, how did it help you? Then നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടായ അച്ചീവ്മെന്റ്സ് എന്താണ്? ആൻഡ് ഈ ഒരു ജേർണിയിൽ നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട് എന്താണ്? What are the challenges you faced? And അത് നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഓക്കെ, സോ ഇന്ന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നോക്കാം. നമ്മൾ മുമ്പ് ചെറിയ ഇങ്ങനെ 1 minute ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്.
But today, as it is the wrapping session, we would all like to hear, the EEP team likes to hear from you. Okay? So, ഞാൻ പേരെടുത്ത് വിളിക്കാതെ നിങ്ങൾ വോളണ്ടറിലി വരികയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇഫ് കംഫർട്ടബിൾ ഫീഡ്ബാക്ക് പറയുന്നവര് വീഡിയോ ഓൺ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നവര് ഇംഗ്ലീഷിൽ പറയുക. ഇനി ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് മലയാളം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നവർ അങ്ങനെ പറയുക. ഇനി ഒരു ഫീഡ്ബാക്ക് അങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ? Since it's the wrapping up session of English enrichment program, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊരു എന്താ പ്ലസ് പോയിന്റ് ആയി. ഓക്കെ സ്വപ്ന, ഹായ് സ്വപ്ന, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണോ കാണുന്നത് ഇങ്ങനെ? ഹായ് മാം. ഹായ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഓ, ഹാപ്പി ടു സീ യു, റിയലി ഹാപ്പി ടു സീ യു. ഇത്രയും കാലം സൗണ്ടും മറ്റു ചാറ്റുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ. We would very much like to hear from you, being a very regular student of EEP. And sorry, ma'am, I couldn't attend the last 3 weeks. I'm so sorry, and I was really upset when I heard that EEP is going to wrap up. But it's okay. We've got EEP 2.0. But even I was a bit tense because you are a very regular student, and I couldn't you find in the last 3 sessions like continuously. I had some renovation work at home, so all the evenings I was actually sweeping and swapping, and so I couldn't attend. Okay. So you can just give a feedback. Do you remember I told you that I will tell you a speech? So I prepared a speech only for you, especially for you. Oh, thank you so much. Yes, you can start. If there's any mistake, please excuse. Sure. Okay, ma'am. Respected faculty, members of LearnWise, beloved Hamna ma'am, and my dear classmates of EEP. As we wrap up EEP program, I would like to take a moment to express my heartfelt gratitude to the incredible, down-to-earth teacher of EEP, Hamna ma'am. Your vibrant personality and unique teaching style have made EEP program something to look forward to each week. Hamna ma'am, you made learning a joyful experience for us, focusing on encouraging us rather than focusing on our mistakes. And you helped us to build confidence in English speaking, grammar, pronunciation, and formal writing. Your classes were filled with fun and activity. I know I was a vibrant participant of all your activities. And what to say? Just a minute. Sure. Take your time. And your constant support and constant support as both a facilitator and mentor was priceless. So, on behalf of all the EEP students, thank you, Hamna ma'am, for making this journey so memorable and enriching for each one of us. We all wish you the very best and success in all your future endeavors. Thank you. And I just ask you whether you will be continuing this 2.0. Otherwise, you will be greatly missed, Hamna ma'am. Thank you. Thank you so much. I haven't heard anything this way in a while. And I don't know how to respond to this. Because നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുമല്ലോ. ചില ടീച്ചേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കും how a teacher should be. ആൻഡ് ചില ടീച്ചേഴ്സിനെ നമ്മൾ ക്ലാസ്സിൽ ആരെയും കുറ്റം പറയല്ല. പക്ഷെ ചില ടീച്ചേഴ്സ് അപ്പൊ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ടീച്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഇവിടെ അത് ലൈക്ക് വെൻ വി ബിഗൻ ദ ജേർണി എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ചിലരുടെയൊക്കെ വീഡിയോ ഓൺ ആയിരിക്കുമ്പോൾ ഐ നോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ ആർ മച്ച് എൽഡർ ടു മീ. ബട്ട് പിന്നെ ആ ഒരു എന്താ ടീച്ചർ സ്റ്റുഡന്റ് റാപ്പോ ഫോം ചെയ്തതിനു ശേഷം ഐ നെവർ ഫെൽറ്റ് ദാറ്റ് വേ. എന്താ പറയാ, നിങ്ങൾ ഇടയ്ക്ക് ചീത്ത പറയല്ലെങ്കിലും
എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായാലും നിങ്ങൾ തരുന്ന റിട്ടേൺ ആയാലും, ആൻഡ് വാട്ട് മെയ്ഡ് ദിസ് ജേർണി സോ ബ്യൂട്ടിഫുൾ ഇസ് ദി ആക്റ്റീവ് participation of many students like Swapna, Sangeeta, Amina, and there are few people here. Mohammed Kunni KK, I mean, ഈ സാറിന് ഞാൻ ഫസ്റ്റ് ക്ലാസ് മുതൽ എന്നും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന കാണാറുണ്ട്, ബട്ട് ഹി നെവർ സ്പോക്ക് അപ്പ്. അതെന്താണെന്ന് എനിക്കറിയില്ല, മേ ബി സാറിന്റെ കംഫർട്ട് അതായിരിക്കാം. സോ ഈ ഒരു ജേർണിനെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കിയതും എന്താണ് എനിക്ക് ഐ മീൻ നമ്മുടെ മിക്ക സെഷൻസ് എടുത്ത് നോക്കിയാലും കാണാം, there are many points where you people have corrected me. So your journey, even I've improved myself a lot. This was a more of എന്താ പറയുക, ഒരു എക്സ്ചേഞ്ചിങ്, ഒരു എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരുന്നു ഇവിടെ. I give you something and you people give me even much more. And thank you, Swapna, for this wonderful speech. Okay, it You're was most welcome, ma'am. Hope you loved it. so much. It was a very warm thing. Thank you, ma'am. Thank you so much. I'm happy that this entire session is recorded so that I can hear it again. Thank you so Okay, much. okay, ma'am. Okay. Thank you so much. Okay, who else will come up next? I want to hear from people as much as I can today, because ഒരു real clarity വരാനുണ്ട്. How did EEP help you and how did EEP not help you എന്നതിലൊരു ഒരു clear cut clarity വരാനുണ്ട്. Yes, Amina, I'll unmute you. And if you are comfortable, please, you can switch on your video. Actually, when I got the message about that EEP has ended, actually I really felt sad because I couldn't thank you properly. So now I want to express my gratitude to you and the faculty of EEP. You're the reason actually I gained my knowledge in English, especially in terms of vocabulary and communication. It's been 9 years I dropped out my studies. So when I joined LearnWise, initially it was really challenging for me to re-engage with the education. So this EEP section has helped my learning easy because it helped to improve my reading, because I am now familiar with more vocabularies. It also boosts my confidence level. I am an introvert person. I really don't talk much. Only after joining EEP, I come forward to talk. So this really helped me to boost my confidence. It also has ignited my interest in writing. Actually, especially in poetry, I started to write poem. Additionally, I also have learned to write formal letters, improved my negotiation skills too. So I would like to thank you, ma'am, very much for your teaching. Thank you so much, Amina, for that. Thank you so much. ഇവിടെ ഒരുപാട് പേര്, അമീന, സ്വപ്ന ആൻഡ് ഓൾ അവർ റെഗുലർ സ്റ്റുഡൻസ്, കുറച്ച് പേരുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ചാറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ആൾക്കാരുടെ പേര് മൈൻഡിൽ ഭയങ്കര നോട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇവർ വന്നപ്പോ ദേ ഹാഡ് ദ ബേസ്, ബട്ട് ഏറ്റവും വലിയ പ്രശ്നം വാസ് ദെയർ കോൺഫിഡൻസ്. ദേ ഹാഡ് ദ ഇൻപുട്സ്, ദേ ഹാഡ് ദ റിസോഴ്സസ്, ബട്ട് ദ പ്രോബ്ലം വാസ് കോൺഫിഡൻസ്. അവരെ സ്പീക്ക് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്താണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഓക്കെ, സോ ടു ഓൾ ദ ന്യൂബീസ് ഹിയർ, ഇവര് നേരെ ഇംഗ്ലീഷ് ഫുൾ എക്സ്പേർട്ട് ആയിട്ട് വന്നവരല്ല. ഓക്കെ, ദേ ഹാവ് വർക്ക്ഡ് ഹാർഡ്. അവർ അവരുടേതായ സമയം കണ്ടെത്തി അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡെയിലി ടാസ്കുകളും ചെയ്തിട്ടുണ്ട്. ദേ സ്പെൻഡ് എക്സ്ട്രാ ടൈം ഓൺ ദാറ്റ്. ഓക്കെ, and that is how they gained the confidence and they gained this clarity. Okay, who else will come? And ഇവിടെ നിങ്ങൾ ഇതിന്റെ ഒരു ഗുഡ് സൈഡ് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുമ്പ് പറഞ്ഞിരുന്നു എന്താണ്, ചില ടാസ്കുകൾ തരുമ്പോൾ അതിനുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ടാസ്കുകൾ തരുമ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന്. സോ അത്തരത്തിലുള്ള നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള കൺസേൺസ് എല്ലാം ഇവിടെ പറയാട്ടോ. മുഹമ്മദ് കുഞ്ഞി sir, I've never heard your sound. If it's comfortable at your side, can you please speak? Even though I didn't do any activities or talked with you, the listening helped me much in English. That is all I have to say.
Thank you so much, sir. Thank you so much. Happy to hear that it have helped you. എല്ലാവരും അത് കേട്ടല്ലോ അല്ലെ? ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം നിങ്ങൾ കംഫർട്ടബിൾ ആയ രീതിയിൽ പറയാം. ഓക്കെ? Who else? നെക്സ്റ്റ് ആരാ വരിക? ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാൻ പേര് നോട്ട് ചെയ്യാത്ത ആൾക്കാരോട് ഉണ്ടാവും. അപ്പൊ ഞാൻ ബൈ നെയിം വിളിക്കാൻ നിങ്ങൾ ആരും കാത്തു നിൽക്കേണ്ടതില്ല കേട്ടോ. ഞാനിങ്ങനെ ഓർമ്മ വരുന്ന സ്ഥിരം കാണാറുള്ള പേരുകൾ വിളിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും ദിവസം ഈ EP ടീം നിങ്ങൾക്ക് തന്ന ഇൻപുട്സ് നിങ്ങളിൽ എന്തൊക്കെ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്, ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു എന്നുള്ളത് ഞങ്ങൾ അറിയാം. ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആണ്. സോ നിങ്ങൾ എന്ത് പറയും, അല്ലെങ്കിൽ ഇനി ആൾക്കാർ പറഞ്ഞ സെയിം റിപ്പീറ്റ് ചെയ്യാനാണെങ്കിലും ദാറ്റ്സ് ടോട്ടലി ഫൈൻ. ബിക്കോസ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഷുവർ രജനി, നിങ്ങളുടെ ഓരോരുത്തരുടെ ഫീഡ്ബാക്സും ഞങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. Actually, I'm not a regular student in EEP because I joined very late in this course. So from the day onwards, I was writing these assignments, attending classes, and whenever I'll get time, at that time I used to hear, even while I'm washing vessels also, I used to attend the classes, means I used to hear the classes. So whenever I'll get time, that time I used to attend the EEP classes also. This EEP classes helped me a lot for attending this English exam, Bangla 136. It's helped me a lot because the grammar side and all, I was not well to do before. After attending this EEP classes, I got a confidence to attend this grammar side and all, and this meanings and sentence making and this what and all. വൊക്കാബുലറി ആയാലും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? Vocabulary and so many other things also. In exam side, I did very well. In all my 4 subjects, I did very well in the English exam. Very good. Very happy to hear that. So for your English exam, did EEP help? Yes, ma'am. It's helped me a lot. Okay. Really happy to hear that. And Preparation and all helped me a lot. okay, so for people like Rajni who joined late and who missed classes, you can really make use of EEP 2.0 so that നിങ്ങൾ ഇനിയും പോയി ഓൾഡ് വീഡിയോസ് കണ്ട് അതൊരു വൺ വേ എന്താ പറയാ, നമ്മള് ലൈവ് ക്ലാസ്സിനേക്കാൾ കുറച്ചും കൂടെ പാസീവ് ആയിരിക്കില്ലേ നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് കാണുന്നത്. സോ ദിസ് ഇസ് ദ റൈറ്റ് ചാൻസ് ഫോർ യു ഓൾ, സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ? Thank you, Hamna ma'am, and thank you all the behind workers. Okay, thank you so much, Rajni. Thank you. You're welcome. Then who else? We are 79 members today. എന്തായാലും ഒരു മിനിമം 25 to 30 ആൾക്കാരെങ്കിലും ഒരു 5 to 6 EEP ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവരായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക, I believe. Don't wait for me to call your names. Good evening, all of you, those who are in back works of the LearnWise team, and then in my dear colleagues also. I think after so many days, today 76 participants are here. Is there? Otherwise, it's 45-60 only in our class always. And then now I'm speaking. See, this Amina and then the Swapna is there. Some students, ma'am saying, always is very active students are there. Me, I'm not this not active student. But in the same only, some students are they. See, now ma'am is calling some students' names are they. Some students are not willing to speak upon. See, maybe I think there are some works are there. See, 8 o'clock in here also roti otherwise something as they almost some maybe they are time. So now I'm speaking those who are not actively participate as in me. Okay. So see, we are not active, but we are listening what you are doing the classes are there, and then in the activities we are some activities I'm already written, sir, but I can't send you. Maybe some works are there. I'm also working are they, and the children's works are there. Maybe their exams are there. So we are most of the people are busy are they. So we are not missing. We are not
activities. Don't think that we are not doing any activities, but we are always listening, Sadhya. If we are doing any works at home also, we are listening in your own activities, and try to next 2.0 to complete the activities. Yes. Hello. Yes, Vidya. Yes. So from 2.0, try to actively participate and then sending to all the activities. And then don't next. Okay, so in MA Sociology, one mentor is going. That is, we are very facing the problems. Are there? Just next one is coming, then we have to cope up the having the problem. To be better, next 2.0, we are all are welcome only for the Hamna ma'am only. So we in our nature and then everything. Thank you so much, Vidya. Thank you. And നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഫ്രെയിം ചെയ്യാറ് നമ്മൾ ഒരു 10 to 15 minutes ടൈം എടുക്കുന്ന രീതിയിലാണ്. ആൻഡ് നമ്മൾ പറയാറുണ്ട് 7 days ചെയ്യാൻ പറ്റാത്തവർ ഒരു 3 to 4 days എങ്കിലും ചെയ്യുക. ആൻഡ് ചിലപ്പോൾ ഡെയിലി ടൈം കിട്ടാതെ വീക്ക്ലി വൺസ് ഓഫ് ഉള്ളവരുണ്ടാവും. സോ അന്ന് ഇരിക്കുക പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഡെയിലി 7 days ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ വി ബീൻ ഫ്ലെക്സിബിൾ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് വിദ്യ. താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. ഓക്കെ, ആൻഡ് ഹോപ്പ് വി വിൽ സീൻ EEP 2.0. Okay, and Sure, ഇനിയും thank you. ആരെങ്കിലും ഉണ്ടോ റെക്കോർഡഡ് ക്ലാസ് കേട്ടവർ ആരെങ്കിലും? ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. EEPയിൽ എന്താണ് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്? ഇപ്പൊ നമ്മൾ വേർഡ് ഓഫ് ദി ഡേ ചെയ്യാറുണ്ട്, ടെൻസസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റോൾ പ്ലേസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വാട്ട് ഹെൽപ് യു ദ മോസ്റ്റ്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്? വാട്ട് ഹെൽപ് യു ദ ലീസ്റ്റ്? അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് മോർ. EEP ഫാക്കൽറ്റീസിനെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അത് ഹെൽപ്പ് ചെയ്യും. സോ can anyone please give me an insight on that? Ragendu has joined. Ragendu, പറയാൻ പറ്റുമോ? What type of work or what type of activities did help the most? Anyone? Mariam Mahin, can you speak? Yes, Mariam Mahin. Starting classes active ആയിരുന്നു. പിന്നെ she used to be present, but എന്തൊക്കെയോ ടൈം ക്ലാഷ് ഉണ്ടാവാറുണ്ട്. ഐ തിങ്ക് മറിയം ഇസ് നോട്ട് ഇൻ കേരള, ഷീ ഈസ് സംവെയർ അബ്രോഡ്. സോ ടൈം ക്ലാഷ് ആവുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രെയർ ടൈം ഒക്കെ ആയിട്ട് നമ്മളുടെ EP സെഷൻസ് ക്ലാഷ് ആവുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് some sort of issues with that. Hi, ma'am. Hi, good evening, Mariam. Yes. Good evening, ma'am. Good evening. പറഞ്ഞോളൂ. I'm so thankful to Hamna ma'am to make this section in fantastic and encouraging way to improve our English through your active way of speaking with us. So I am not attended few sections. Sorry for that because of my situation. That's okay. So it's an excellent and vibrant class, ma'am. Okay. What type of about to tell the what? Okay. What type of activities did help you the most? എന്തായിരുന്നു EEPയിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്? ടെൻസസ് ആണോ, നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്തിരുന്നതാണോ, അത് റോൾ പ്ലേസും റിയൽ ലൈഫ് സ്പീക്കിംഗ് സ്കിൽസ് തരാറുള്ളതാണ്? And also ചെയ്തിട്ടുണ്ട്, നെഗോസിയേഷൻ ചെയ്തിട്ടുണ്ട്. Ma'am told me that to see some movies to improve our English. Yes. That I always seeing some movies, English movies, moral movies, and that benefit to me. Okay, I'm so happy for that. Thank you so much, Mariam. Happy to know that English enrichment program have helped you people in some way or the other. Okay, and really happy to see you, Mariam. Yes, സ്വപ്നയും പറഞ്ഞിട്ടുണ്ട് മറിയമിനെ. Thank you, ma'am. വളരെ ഹാപ്പി. ഐ തിങ്ക് മറിയമിന്റെ സൗണ്ട് ഞാൻ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നേ? മറിയം ടെക്സ്റ്റ് ചെയ്യാൻ അല്ലല്ല, ഒരു ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ദിവസം വായിച്ചായിരുന്നു conversation. Okay, thank you so much, Mariam. Thank you. Okay, ma'am, thank you. Okay, രാഗേന്ദുവിന് മൈക്കില്ല. യെസ്, ഷുവർ വൈശാഖ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ന്യൂബീസിനും അതുപോലെ EEPയുടെ ഫസ്റ്റ് സെഷനിൽ പകുതി ജോയിൻ ചെയ്തവർക്കും ഇനിയിപ്പോ ഫുൾ അറ്റൻഡ് ചെയ്തവർക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും everyone is welcome to EEP 2.0. Okay, start ചെയ്യുന്ന ഡേറ്റ് will be announced further. Okay, and EEP എന്താണ് എന്ന് ഇനിയും ക്ലാരിറ്റി കിട്ടാത്തവര് യൂട്യൂബിലും നിങ്ങളുടെ ആപ്പിലും പ്രീവിയസ് EEP സെഷൻസിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്, ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മള് അറൌണ്ട് 1 hour ആയിട്ടുണ്ട് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആരെങ്കിലും
ഉണ്ടോ ഇനി ബാക്കി? ഇന്ന് നമ്മൾ സമയത്തിനേക്കാൾ കൂടുതൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ വി ആർ ദാറ്റ് മച്ച് എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ്. സോ ഇന്നിപ്പോ സമയം ഒരു 10 minutes എക്സീഡ് ചെയ്താലും വി ഡോണ്ട് റിയലി കെയർ. അതാണ്, നിങ്ങൾ ഇതുവരെ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിവിടെ സംസാരിക്കാൻ പറ്റില്ല എന്നില്ല കേട്ടോ. നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ EP എന്ന പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാത്തത് അതിലൊരു പ്രശ്നമില്ല. സോ പ്ലീസ് ദോസ് ഹു അറ്റൻഡഡ് ദി ക്ലാസ് പ്ലീസ് ലെറ്റ് മീ നോ. ഇത്രയും പറഞ്ഞാൽ മതി. എന്തായിരുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്, നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞാലും മതി. Good evening, ma'am. Hi, good evening, Kavita. Hi, ma'am. Oh, you have such a good smile. Yes. Good evening, ma'am. Thank you so much, Hamna ma'am and LearnWise team. The activities like email, communication, and role play helped me so much in my professional life. I find difficult in completing the activities like poetry, different country English, the slangs and all that I find difficult. Okay. Thank you so much, Kavita. Very clear. കവിതയുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? പോയട്രി ഒക്കെ എന്താ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ നമുക്ക് സ്വപ്ന, സംഗീത, അമീനൊക്കെ അടിപൊളി പോംസ് എഴുതി അയച്ചിട്ടുണ്ട്. ബട്ട് എല്ലാവർക്കും, ഈവൻ ഞാനും പെട്ടെന്നൊരു പോം എഴുതാൻ പറ്റി. ഐ ടേക്ക് ഇയേഴ്സ് ടു മേക്ക് അപ്പ് എ പോം മേ ബി. സോ ദാറ്റ്സ് ടോട്ടലി ഫൈൻ. Very happy to hear from you and very happy to see you. Okay. Thank you so much. Thank you. Thank you. Thank you so much. There are many best students. ഒരാൾ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീമിനെ തന്നെ ഐ ഹാവ് ടു ഫോം. ബെസ്റ്റ് ടീം ഓഫ് EP എന്ന് ഞാൻ ഫോം ചെയ്യേണ്ടി വരും. ഇറ്റ്സ് വെരി ഹാർഡ് ടു പിക്ക് അപ്പ് വൺ സിംഗിൾ പേഴ്സൺ ടെല്ലിംഗ് ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് EP. I felt Amina and Kavita very dedicated. Oh, okay. That's a very good appreciation given by Swapna to both of you. Okay. So I think we'll just wrap up. The wrapping up session, wrap up and time I. We've crossed 1 hour. And thank you so much to all of you. Swapna, Swadhish and Kavita. Swadhishum, Swapnayum ഒരുമിച്ചാണ് absent ആയി തുടങ്ങിയത്. Swadhish, I don't know. I'll have to connect with his mentor. I really have to ask what happened because he was a regular and active student. Okay. So thank you all for joining us. And I also thank Ashok sir, Abhay sir, and Ray sir for joining with us today and for giving us all the support. നമ്മളുടെ EP സെഷൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നത് അവരാണ്. ആൻഡ് അശോക് സർ നമ്മുടെ സെഷൻസിൽ എന്നും ഇവിടെ പ്രസന്റ് ആവാറുണ്ട്. ഈവൻ ദോ ഹി ഡസന്റ് സ്പീക്ക്, നമ്മൾക്ക് വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ചെയ്തു തരുന്നത് അശോക് സർ ആണ്. ഓക്കെ. ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ സ്റ്റുഡൻസ് ഫോർ ഡൂയിങ് ഓൾ ദ വർക്ക്സ്. നിങ്ങൾ ടൈം കണ്ടെത്തി നിങ്ങളുടെ ബിസി ലൈഫ്സിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ഡിഫറെന്റ് പ്രൊഫഷൻസ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് നിന്ന് വരുന്ന ആൾക്കാരാണ്. We genuinely, the EEP team, genuinely appreciate your time, effort, and hard work you've put into this. Okay. And just നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എക്സാം, ദാറ്റ് ഇസ് അസസ്മെന്റ്. ഓക്കെ. ആൻഡ് നിങ്ങൾ അത് വേറെ എവിടെയും സെർച്ച് ചെയ്ത് അപ്പുറത്ത് ഗൂഗിൾ ഒന്നും സെർച്ച് ചെയ്യേണ്ട കാര്യം ഇല്ല. ഞാൻ പറഞ്ഞു എക്സാമിൽ ആര് ഫസ്റ്റ് വരുന്നു സെക്കൻഡ് വരുന്നു എന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇറ്റ് ഇസ് assessment is to assess yourself. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണം. where do you stand, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. your assessment has every type of questions, synonyms, antonyms, idioms. നമ്മുടെ ക്ലാസ്സിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വളരെ ഒരു ഡിഫിക്കൽട്ട് ലെവലായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഓക്കെ. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു റിമൈൻഡ് യു ഓൾ, the expert in anything was once a beginner. ആരും ഒന്നിലും എക്സ്പേർട്ട് ആയി ജനിച്ചവരല്ല. ഇന്ന് പലതിലും ഓരോ പ്രൊഫഷൻസിലാവാം, ലാംഗ്വേജിലാവാം, ഏതെങ്കിലും സ്കിൽസിലാവാം എക്സ്പേർട്ട് ആയി നിൽക്കുന്ന എല്ലാവരും they all was once a beginner. അല്ലെ, everything has a first time. അതുപോലെ എല്ലാവരും ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അവർ എക്സ്പേർട്ട് ആവുന്നതിന് മുമ്പ് they had to go through all that. So I just want you all to remind that നമ്മൾ ആരും ഇപ്പോഴും എക്സ്പേർട്ട് ആയിട്ടില്ല. വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് മാസ്റ്ററിങ് അല്ലെ. സോ എന്താണ് ഈ ഒരു കണ്ടിന്യൂഡ് സക്സസ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ വെച്ച പിക്ചർ ഇതായിപ്പോയി.
സെലിബ്രേറ്റ് സ്മോൾ വിക്ടറീസ് എന്നാണ് കേട്ടോ അതവിടെ കൊടുത്തിരിക്കുന്നത്. അയ്യോ മൂവ് ബെറ്റ്. ഓക്കെ, സോ നിങ്ങൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിന് ആരും കാത്തു നിൽക്കണ്ട. ഐ ജസ്റ്റ് ഓഫ് മൈ വീഡിയോ സോ ദാറ്റ് യു കെൻ സീ ദാറ്റ്. യാ, സെലിബ്രേറ്റ് സ്മോൾ വിക്ടറീസ്. ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഫോം എഴുതാൻ പറ്റും, ദാറ്റ് ഇസ് എ ബിഗ് തിങ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒരു ഇമെയിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ബിഗ് വിക്ടറി. സോ നിങ്ങളുടെ ലേണിംഗ് ജേർണിയിൽ അത് EP തന്നെ ആവണം എന്നില്ല, നിങ്ങളുടെ ലൈഫ് ജേർണിയിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ സ്മോൾ വിക്ടറീസും, ഓക്കെ, ബി ഇറ്റ് സ്മോൾ ബി ഇറ്റ് ബിഗ്, എവറി വിക്ടറീസ് ആർ ടു ബി സെലിബ്രേറ്റഡ്. ഓക്കെ, അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. ഫുൾ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ സംസാരിക്കില്ല. കാരണം എനി ലാംഗ്വേജ് പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രമാണ്. ഓക്കെ, ഓൺലി വിത്ത് പ്രാക്ടീസ് യു വിൽ ബി പെർഫെക്റ്റ്. സോ വളരെയധികം സന്തോഷത്തോടെയും ഈ ഒരു EP സെഷൻ റാപ്പ് ചെയ്യുന്ന ചെറിയൊരു സങ്കടത്തോടെയും I am winding up this session. So this is going to be the last session of EEP 1. Okay, so I hope to see you all in, and also the newbies in EEP 2.0. Okay, I am really grateful. So I wish you all very best. Okay, let everything be best in your life, may it be in your personal life, in your professional life, നിങ്ങളുടെ സ്റ്റഡീസ് ആവട്ടെ, ജോബ് ആവട്ടെ, എല്ലാം നിങ്ങളുടെ എല്ലാ ഫ്യൂച്ചർ എൻഡ്യൂവേഴ്സിനും I am praying and I wish all the best. Thank you all so much.